ഞങ്ങൾ രണ്ടാളുള്ളത് SM സ്ട്രീറ്റിലാണ് കേട്ടോ. മുഫീദിനൊരു ഷർട്ട് നോക്കണം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോളി എന്തൊക്കെയാണെന്ന് നടക്കാൻ പോണതെന്ന്. 2 ഷർട്ട് എടുത്ത് 500 റുപ്യാണ് പറഞ്ഞപ്പോൾ കയറിയാണ് കേട്ടത്. ഇവിടെ ആണെങ്കിൽ ഓനക്ക് പറ്റിയ ഒന്നും ഇല്ലേനു. പിന്നെ ഞങ്ങൾ അവിടെ ചെയ്തത് മറ്റുള്ളവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ചു. എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെടുത്ത് ഷർട്ടൊക്കെ ഫിറ്റാക്കി കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടാണ്. മൂപ്പർക്കാണെങ്കിൽ ഇവൻ പറയുന്നത് പറ്റണില്ല, മൂപ്പർ പറയുന്നത് ഇവനക്കും പറ്റണില്ല. അങ്ങനെ രണ്ടാളും ഷർട്ട് എടുക്കാതെ ഞങ്ങൾ രണ്ടാളും വീണ്ടും മുന്നോട്ട് നടന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 50 റുപ്യക്ക് ഷർട്ട് എടുത്ത് കൊടുത്തപ്പോൾ അവൻ ചാടി അങ്ങോട്ട് പോണാണിട്ടത്. അതുമല്ല ഇവിടെയും അവൻ സഹായിച്ച ഒരു താത്തക്ക് ഷർട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ കണ്ടോളി. മിഠായി തെരുവിൽ 50 റുപ്യക്ക് ഷർട്ട് കൊടുക്കണ കാക്കേണ്ടത്. 50 റുപ്യ ആണെങ്കിൽ ഷർട്ടുകളൊക്കെ നല്ല രസം കേട്ടോ, അടിപൊളി സാധനമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടീഷർട്ട് 100 റുപ്യക്ക് കൊടുക്കണമുണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഷർട്ട് 50 റുപ്യക്കാണ് കൊടുക്കുക അതോ ടീഷർട്ട് 100 റുപ്യ കൊടുത്തിട്ടാണ് കൊടുക്കാനുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അവിടുന്ന് ഒന്നും എടുക്കാതെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നിട്ടോ. അപ്പോഴാണ് ഈ മച്ചാനെ കാണുന്നത്. ഓഫറാക്കി 5 സ്ലീവ് ടീഷർട്ടിനൊക്കെ തുച്ഛമായ വിലക്ക് 4AA മുതൽ 5 സ്ലീവ് ടീഷർട്ട് 7AA മുതൽ ബാഗി ടീഷർട്ട്. ഇവന്റെ ഈ പറച്ചിലുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ ഉള്ളിൽ കയറി. മാറ്റാൻ പോയതാണ് ട്ടാ. മാറ്റി കഴിഞ്ഞ് ഇന്ന ഇത് വന്നാട്ടത്. ഈ ഇന്ന ഇത് എങ്ങനെ ഉണ്ട് എന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഓരോ കമൻറ്റും ഓനക്ക് ഇങ്ങനെ ഹരം കൂട്ടുട്ടോ. ഓനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ. അതുമല്ല ഓൻ എന്നോട് പറഞ്ഞത് ഇതേ പോസ്റ്റിൽ തന്നെ ഇതേ ലുക്കിൽ ഓൻ പഠിക്കൽ പള്ളിയിൽ പെരുന്നാളിന് പോകുന്നതാണ്. അതുമല്ല ഓനക്ക് പെരുന്നാളാവാനായിട്ട് ആകെ പിരാന്താവുണ്ടെന്നാണ് ഓനോട് പറഞ്ഞത്. അങ്ങനെ ആ ഷർട്ട് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പോലീസ് വന്ന് ഈ കടക്കാരെ ഇവിടെ നിന്ന് വയ്പ്പിക്കുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റുള്ള ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ തന്നെ അവർ കടയിട്ട് സാധനം വിൽക്കുന്നു. അത് ആ ടെക്സ്റ്റൈൽസുകാർക്ക് പറ്റായിട്ട് ഇവരെല്ലാം അവിടെ നിന്ന് വയ്പ്പിക്കണതാണ് ഇത്. പോലീസ് കുറച്ച് കലിപ്പിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് മെമ്മറൈസിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഐസും തിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.